ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്ന് കൊടുത്തിട്ട് അൺടച്ചബിൾ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവരെങ്ങനെ അൺടച്ചബിൾ ആയി? മീനാക്ഷി അങ്ങനെയാണെങ്കിൽ ദളിതിനെ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ചോദ്യങ്ങളും അതിനകത്ത് കണ്ടിരുന്നു. എനിക്ക് വൃത്തിയായിട്ടൊന്ന് ചിരിക്കാം എന്നല്ലാതെ അതിന് ഞാൻ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്കിവിടെ നമ്മൾ രണ്ടാളിരുന്ന് ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് കൊണ്ട് നാളെ ഒന്നും മാറി പറയാൻ പോകുന്നില്ല. ബേസിക്കലി എനിക്ക് മോളെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ദളിത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും നമുക്ക് എവിടെയും പഠിക്കാനില്ല. അത് ചിതറിക്കിടന്ന ആളുകൾ എന്നാണ് ദളിത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള മുഖങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതൊരു മിസ്അണ്ടർസ്റ്റുഡ് കാസ്റ്റ് ആണ്, ഇവരിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമാണിത് എന്ന് പഠിപ്പിക്കണം. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രൈവറ്റ് പടം കാണുന്നത്. ഈ നാട്ടില് മനുഷ്യന്മാരാരുമില്ലേ? നമ്മള് മനുഷ്യന്മാരല്ലേ. ഇപ്പൊ ചേച്ചി ഉൾപ്പെടെ അത് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്പെഷ്യൽ സന്തോഷമാണ്. ആണോ, എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഇക്ഷ ഫാൻസ് ഉള്ള മീനാക്ഷിയാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം ചേച്ചി. അതെന്താണെന്നറിയോ, മീനാക്ഷിയുടെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളെല്ലാം തന്നെ ഞങ്ങൾ പറയും, നമ്മൾ ഈ ജേർണലിസം പഠിക്കുന്ന ഒരു ടൈം ലൈൻ ഉണ്ട്. അതായത് ഇന്നൊരു കളി ജയിച്ചു ഇന്ത്യ, പിറ്റേ ദിവസം പത്രത്തിലെ അവരുടെ ഹൈലൈറ്റ് അല്ലെങ്കിൽ അവരുടെ ക്യാപ്ഷൻ കാണാൻ ഞങ്ങൾ കാത്തിരിക്കും. നമ്മളത് ഡിസ്കസ് ചെയ്യും, എല്ലാവരുടെയും ക്യാപ്ഷൻസ് ഡിസ്കസ് ചെയ്യും. കാരണം അതിലൊരു വെറൈറ്റി നമ്മൾ എപ്പോഴും ഫീൽ ചെയ്യും. ഞാനാണെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനമായിരിക്കും. അതിലൊരു ഒരു എന്താ പറയുക, സിംഗിൾ കോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അർത്ഥവേ മാറിപ്പോകുന്ന തരത്തിൽ. അങ്ങനെ ഇരിക്കുകയാണ് മീനാക്ഷിയുടെ ലാസ്റ്റ് പോസ്റ്റിൽ വന്നതിന് ശേഷം പറയുന്നുണ്ട്, കൊച്ചുകുട്ടി വലിയ വർത്തമാനം പറയുന്നു. അതായത് ഇപ്പോഴും മീനാക്ഷി എന്ന് പറയുന്നത് മീനൂട്ടിയാണ്. അതായത് 20 വയസ്സുള്ള ഒരു യുവതിയാണെന്നും. ഇപ്പൊ ശരിക്കും യുവതിയാണ്. ആ യുവതിയെ അംഗീകരിക്കാൻ പറ്റാത്ത അന്നത്തെ അതേ ക്യാരക്ടർ ഇപ്പൊ നമ്മൾ പറയണ ബേബി ശാലിനി പണ്ട് കാലത്ത് സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് സിനിമകളിൽ വന്നപ്പം അത്രത്തോളം ശോഭിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ആക്ടേഴ്സ്, നമ്മുടെ സനൂഷ ചെറുതിലെ ഭയങ്കരമായിട്ട് അഭിനയിച്ചു. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നായികയായിട്ട് വന്നപ്പോഴത്തേക്കും അത്രയും ഒരു, അതായത് നമ്മുടെ കുട്ടി അത് ചെയ്യരുതെന്നുള്ളൊരു കൺസേൺ ഒരു പൊതുബോധത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നും, എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ്. മീനാക്ഷിയുടെ എഴുത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തി, നമ്മൾ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പോലെ നമുക്ക് എന്ത് പറയാനും അധികാരമുണ്ട്. അത് മറ്റൊരാളെ വേദനിപ്പിക്കാതെ നമ്മുടെ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അത് നടത്തുമ്പോൾ പോലും മീനാക്ഷിയെ വെറും കൊച്ച്, നീ കൊച്ചാ, നീ മാറി നിൽക്കും എന്നുള്ളൊരു തരത്തിൽ ഈ ഒരു വായനകൾ ഈ അടുത്തിടെ കുറേ ആളുകൾ പറയുന്ന കണ്ടിരുന്നു. അതിനെ എങ്ങനെയാണ് മീനാക്ഷി നോക്കിക്കാണുന്നത്? അത് അവർക്ക് എന്നോടുള്ള കരുതലായിരിക്കാം. ഈ കുട്ടി ഇങ്ങനെ സംസാരിച്ചാൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ, അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കേണ്ട ആളല്ല എന്നൊക്കെ തോന്നുന്നതിൻ്റെയും കൂടെ ആയിരിക്കാം. പിന്നെ ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ആള്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, അല്ലെ കുറേ പേരിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടി എന്നതിനപ്പുറത്തേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും വീട്ടിലേക്ക് നിർബന്ധിതമായിട്ട് നമ്മൾ കയറി ചെല്ലുകയാണ്. അതിപ്പോൾ TV ഷോകളിലൂടെ ആണെങ്കിലും സിനിമകളിലൂടെയൊക്കെ ആണെങ്കിലും ഇവർക്ക് എങ്ങനെയൊക്കെയോ എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, ഇവരൊക്കെ നമ്മുടെ ആരൊക്കെയോ ആണ്. അപ്പോൾ അവരുടെ ഒരു കൺസേണും കൂടി അവർ അറിയിക്കുന്നുണ്ടായിരിക്കാം. വേണ്ട, കുഞ്ഞായിട്ടിരിക്കുന്ന ഇഷ്ടം. അച്ഛനമ്മമാരെയൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചറിയാം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഞാൻ വളരുന്നതോ വലുതാവുന്നതോ ഒന്നും ഒരു താല്പര്യവും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷേ അതൊക്കെ ഒരു തമാശയായിട്ടെടുത്ത് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും, കുട്ടിയാവുമ്പോൾ പോലും ഒരു 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, അവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളതൊക്കെ കേൾക്കുന്ന ഒരു സമൂഹവും കൂടി നമുക്കുണ്ട്. അപ്പം അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് എന്ന് നമ്മൾ പറയുന്ന അതേ സമയം തന്നെ നമ്മൾ പറയണം, ഇതൊക്കെ കണക്കിലെടുക്കുന്ന, ഇതൊക്കെ ചർച്ചയാവുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഇംഗ്ലീഷിലെ വായിച്ചതിൽ വന്നെന്ന് പറഞ്ഞു, അതിനകത്തൊരു വാചകമുണ്ട്, 12-13 വയസ്സുകാരിക്ക് അന്ന് തോന്നിയിരുന്നു ഇത് തെറ്റാണെന്ന്. പക്ഷെ അന്ന് പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അന്നത് ഇങ്ങനെ ചോദ്യമായിട്ട് തന്നെ ഉള്ളിൽ കിടന്നു. പക്ഷെ ഇപ്പം ഇത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെയല്ല പഠിക്കേണ്ടത് എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും അതിനകത്ത് ആ ഒരു ഇത്രയും ഒരു 13 തൊട്ട് 20 വരെ വയസ്സിൽ ഈ ഗ്യാപ്പിൽ ഇതെങ്ങനെയാണ് അത് ശരിയല്ല എന്നൊരു തോട്ട് വന്നത്? അത് ശരിയല്ല എന്ന തോട്ട് നമുക്ക് അന്നേ ഉണ്ട്. ഇത് പഠിക്കുമ്പം നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പം നമ്മൾ ഈ സോഷ്യൽ സയൻസോ ഹിസ്റ്ററിയോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ജാതി വ്യവസ്ഥകൾ ഉറപ്പായിട്ടും നമ്മൾ പഠിക്കേണ്ടി വരും. കാരണം ചരിത്രമാണ്, കഴിഞ്ഞു പോയ കാലഘട്ടമാണ്, കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. അപ്പം നമുക്ക് മുന്നേ നടന്നത് എന്താണോ അതല്ലേ ചരിത്രം, അല്ലേ? അത് അങ്ങനെ അടയാളപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചരിത്രം. അപ്പം നമ്മുടെ ജാതി വ്യവസ്ഥയെ പറ്റിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടാകുന്നത്. എപ്പോഴും ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്ന് കൊടുത്തിട്ട് അൺടച്ചബിൾ എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവരെങ്ങനെ അൺടച്ചബിൾ ആയി? അല്ലെങ്കിൽ ഇതൊരു മിസ്അണ്ടർസ്റ്റുഡ് കാസ്റ്റ് ആണ്, ഇവരിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമാണിത് എന്ന് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു, എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെ പഠിപ്പിക്കണം എന്നുള്ളത് അന്ന് നമ്മുടെ ആഗ്രഹമായിരുന്നു. ഇതിങ്ങനെ ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് 2 അനിയന്മാരാണ് ഉള്ളത്, ഇവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവർ വന്ന് ചോദിക്കുമ്പോഴും നമുക്ക് കുട്ടികളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യേണ്ടി വരും. ഇത് അപ്പം ചില കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികൾക്ക് മനസ്സിലാവും ഇത് കഴിഞ്ഞു പോയതാണെന്നും ഇതിപ്പോൾ നിലവിലില്ലാത്തതാണെന്നും. പക്ഷെ പണ്ട് രാജഭരണവും രാജാവും പ്രജയൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആരും രാജാവും പ്രജയാണെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നില്ല. പക്ഷെ ജാതി വ്യവസ്ഥയുടെ പേരിൽ ഇന്നും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് കൃത്യമായിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള അറിവാണിത്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള തിരുത്തലുകൾ കൊണ്ട് സാധ്യമാവുന്ന കാര്യമാണ്. മീനാക്ഷി തന്നെ പറഞ്ഞു ഇത് തിരുത്തണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇവരിങ്ങനെ ആയി എന്ന്, അൺടച്ചബിൾ പേഴ്സൺസ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൃത്യമായി പറയണം എന്ന് പറയുന്നു. മീനാക്ഷി ഇത് ഇപ്പം പറഞ്ഞു, അത് അന്വേഷിച്ചിരുന്നോ ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ ഹിസ്റ്ററി എന്താണെന്ന്? ഉറപ്പായിട്ടും അന്വേഷിച്ചിരുന്നു. ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഉറപ്പായിട്ടും അന്വേഷിച്ചിരുന്നു. ഈ ദളിത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും നമുക്ക് എവിടെയും പഠിക്കാനില്ല. അത് ചിതറിക്കിടന്ന ആളുകൾ എന്നാണ് ദളിത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അത് പണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു അന്യ കുലത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരികയും അവരെ വളരെ ബലാത്കാരമായിട്ട് അവരുടെ ശാരീരിക അധ്വാനത്തിൻ്റെ പേരിലും അവരുടെ നിറത്തിൻ്റെ പേരിലും ഒക്കെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അടിമപ്പെടുത്തി ഒരു അടിമ ഉടമ വ്യവസ്ഥയിൽ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് പല കുലത്തിൽപ്പെട്ട ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് കൂട്ടിച്ചേർത്ത ആൾക്കാരാണ് പിന്നീട് ദളിതായി മാറിയത്, ദളിത് എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ട് മാറിയത്. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ലോങ് ഹിസ്റ്ററി നമുക്ക് ഇതിന് പിന്നോട്ടും പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു അറിവ്, അല്ലെങ്കിൽ ഇന്നിങ്ങനെ ഇല്ല, ഇന്നിങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ദളിത് എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് പറഞ്ഞാലോ ഒക്കെ ഇത് അവിടെ തീർന്നു. ഇത് അൺടച്ചബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും സംശയങ്ങളാണ്, ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഇല്ലയോ എന്നൊക്കെയുള്ളത് കുട്ടികൾക്ക് എപ്പോഴും വരുന്ന സംശയങ്ങളാണ്. ദളിത് എന്ന് പറയുന്ന ഭിന്നിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം സ്വന്തം പണികളാൽ ലെയർ ചെയ്യപ്പെട്ട മനുഷ്യന്മാരെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഈ കേരളത്തിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഇപ്പോഴും നിലവിൽ അങ്ങനെ നടന്നു പോകുന്നുമുണ്ട്. അത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് കൃത്യമായി പഠിപ്പിക്കാത്തത് കൊണ്ടാവാം ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്രയും ബോധം വെച്ചിട്ടും ഇപ്പോഴും അതെന്തായിരിക്കും അങ്ങനെ കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അത് ഇപ്പം നോക്കുമ്പോൾ ഇപ്പം എല്ലാവരും ഒന്നും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഇപ്പം നമ്മൾ കൂടുതൽ പേഴ്സൻറ്റേജ് എടുത്തു കഴിഞ്ഞാലും ആൾക്കാർ കൂടുതലും ഇതൊന്നും മനസ്സിലിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ എന്നാലും ഒരു ചെറിയ പേഴ്സൻറ്റേജ് ആൾക്കാരെങ്കിലും അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് അങ്ങനെ നാട്ടിൽ ആരും ചിന്തിക്കുന്നില്ല എന്ന് പറയാനും നമുക്ക് പറ്റില്ല അല്ലേ. പക്ഷേ അങ്ങനെ ചിന്തിക്കാത്ത ഒരുപാട് പേരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഉറപ്പായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് അല്ലേ. കൃത്യമായ വിദ്യാഭ്യാസം നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്, ഒരു മറുഭാഗമാണത് അല്ലേ. അങ്ങനെ അവരെ കാണേണ്ടവരല്ല എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസം കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ പറയാൻ, ഈ കേരളത്തിലിരുന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രിവിലേജ് വേണം. ആ പ്രിവിലേജ് മീനാക്ഷിക്ക് ഉണ്ട്. കാരണം മീനാക്ഷി അത് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, മീനാക്ഷിക്കുള്ള ഒരു ടീനേജറാണ്, ഒരു നടിയാണ്, പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും കയറി ചെല്ലാവുന്ന, അവർ നിർബന്ധിതമായി കയറി ചെല്ലാവുന്ന. ഇത് നേരെ മറിച്ച് ദളിത് കാസ്റ്റിൽ പെടുന്നവരോ അൺടച്ചബിലിറ്റിയോടുള്ള ആളുകൾ പറയുന്നതും മീനാക്ഷി പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും നോക്കി കാണാൻ പറ്റുമോ മീനാക്ഷിക്ക്? അതിന് ഞാനങ്ങനെ സീരിയസ് ആയിട്ട് ഇപ്പോൾ ചേച്ചി പറയുമ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് നോക്കിയല്ല ഞാൻ ഇപ്പം ചേച്ചി എന്നോട് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും ഇവരേത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് നോക്കിയല്ല ഞാൻ അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നത്. ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല. പിന്നെ നമ്മൾ തന്നെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയുമ്പം അതിന് കിട്ടുന്ന ഒരു അത് നിങ്ങൾക്ക് അങ്ങനെ ആയതുകൊണ്ട് തോന്നുക, ചുമ്മാ ഓരോന്ന് തോന്നുക എന്ന്. ഇപ്പോൾ ചേച്ചി ഒരു ആങ്കർ ആയതുകൊണ്ട് ആങ്കറിങ്ങിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ചേച്ചി ഒരു ജേർണലിസ്റ്റ് ആണ്, അപ്പം ജേർണലിസത്തിൽ അല്ലേ, ജേർണലിസ്റ്റ് ആണ്, അപ്പോൾ ജേർണലിസത്തിനുള്ള പ്രശ്നത്തെ പറ്റി ചേച്ചി തന്നെ പറയുന്നതും പുറമേ നിന്ന് ഒരാൾ പറയുന്നതും ജേർണലിസത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്കൂ എന്ന് പറയുന്നതും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസം കാണുമായിരിക്കും. ആൾക്കാർക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് തോന്നുന്നത് അതായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ പ്രിവിലേജ് എന്ന് ഉദ്ദേശിച്ചത് ഈ സമൂഹത്തിൽ അത് പറയുമ്പോൾ ഉള്ളൊരു പ്രിവിലേജ്. ഇപ്പം അടുത്തിടെ ഒരു ഡയറക്ടർ തന്നെ കാര്യം പറഞ്ഞു, ഗോ ആൻഡ് റീഡ് അംബേദ്കർ എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോഴും സിനിമയിൽ നല്ല ഏത് ഫീൽഡിലും ഇങ്ങനെ ഒരു തരംതിരിവുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാർ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാളുണ്ട്, മനസ്സിലായി അതെന്തുകൊണ്ടാണ്, അത് ഒരാൾ പറയുവാണ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കാണുന്നത് കൊണ്ട്. അതെ, അത് മീനാക്ഷിക്കും ആ ഒരു പ്രിവിലേജ് ഉണ്ട്. അതേ സ്ഥാനത്ത് ഇതൊന്നും അല്ലാത്ത ഒരാൾ പറയുവാണ്, ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലി കയറിയ ഒരാൾ, അല്ലെങ്കിൽ വേണ്ട ഒരു അപേക്ഷ കൊടുക്കാൻ ചെന്നാൽ അവർ പറയും എന്നെ എന്തോ ഒരു മാറ്റി നിർത്തുന്നത്, അതെനിക്കറിയില്ല, അത് ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണോ, അത് വിദ്യാഭ്യാസം കിട്ടിയാലും ഈ സമൂഹം നന്നാകും എന്ന്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് കുറച്ചുകൂടെ ബോധ്യം വരുമെന്ന് മീനാക്ഷി വിശ്വസിക്കുന്നുണ്ടോ?
എനിക്കങ്ങനെ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്നില്ല ഞാൻ. നമ്മളും കൂടെ അടങ്ങുന്നതാണല്ലോ തീർച്ചയായും. സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ കാണുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്ന ഒരാളാണ്. എന്നോട് ആരെന്ത് പറഞ്ഞാലും അതിൽ കാര്യമുണ്ടെന്ന് കണ്ടാൽ അതിനെപ്പറ്റി സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പം എൻ്റെ കാര്യം പറയുന്നത് പോലെ ഇപ്പം എന്നെ 1-2 പേർക്ക് അറിയാം, അല്ലെങ്കിൽ എന്നെ ഈ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറയുന്നതും മേ ബി ചിലപ്പം അത് ശരിയായിരിക്കാം, അങ്ങനെ തോന്നിയേക്കാം. ഇപ്പം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് കാണുമ്പം ഇതെന്താണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ നോക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കാം. അതിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി അതിനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. മീനാക്ഷി ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയത്തില്ല, തിരുവനന്തപുരത്ത് ഒരു ചേച്ചി വീട്ടുജോലിക്ക് എന്നൊരു ചേച്ചി മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞ് രാത്രിക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ ഫുൾ ടൈം ടോർച്ചർ ചെയ്തിരുന്നു. മാല എടുത്തത് നിങ്ങളാണെന്ന് പറഞ്ഞ് സമ്മതിക്കാൻ പറഞ്ഞു. അവർ ദളിത് സ്ത്രീയാണ്. അതേസമയം ഇതേ സാധനം ഇപ്പുറത്തേക്ക് വരുമ്പോൾ ശബരിമലയിലെ പോറ്റി തന്നെയാണ് അമ്പലത്തിലെ സ്വർണ്ണം അടിച്ചു മാറ്റുന്നത്. പക്ഷെ ഒരിക്കലും അവർക്ക് ടോർച്ചർ നേരിടേണ്ടി വന്നിട്ടില്ല. അവർ അവിടെ നിന്ന് കരഞ്ഞു പറയുവാണ് എനിക്ക് ടോർച്ചറാണെന്നിട്ട് പറഞ്ഞിട്ടും അധികാരികൾക്ക് പോലും അത് മനസ്സിലാവുന്നില്ല. ഈവൻ ഈ വി ശിവൻകുട്ടി മീനാക്ഷിയുടെ പോസ്റ്റിനടി വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അവരുടെ സർക്കാരിന് പോലും അത് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കും ഇതുമായിട്ട് ഒരുപാട് ദൂരമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിലബസിലുള്ള ഒരു വാക്കിനെ പറ്റിയും അല്ലെങ്കിൽ ആ വിഭാഗത്തെ നമ്മൾ കറക്റ്റായിട്ട് പറയണം എന്നതിനെ പറ്റിയുമാണ്. ചേച്ചി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു എക്കണോമിയുടെ പ്രശ്നമാണ്, ഒരു പൊളിറ്റിക്കൽ കാര്യമാണ് ചേച്ചി കാണിച്ചിരിക്കുന്നത്. ചേച്ചി ഒരു ജേർണലിസ്റ്റ് ആയതുകൊണ്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്കൊരു ധാരണ ഉള്ളത് കൊണ്ടും ചേച്ചി അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നു എന്നതാണ്. പക്ഷെ ഇപ്പൊ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ചേച്ചി പറയുന്നതിലൂടെ അറിയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ദളിതനായി, അല്ലെങ്കിൽ എങ്ങനെ ഇവരിങ്ങനെ ആയി, അല്ലെങ്കിൽ മനുഷ്യന്മാരെങ്ങനെ വേർതിരിഞ്ഞു, മനുഷ്യനാണല്ലോ അവരെ ഇങ്ങനെ ആരാക്കി, അതായത് പിരമിഡ് വരച്ച് ആരാക്കി എന്ന് പഠിപ്പിച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? അല്ല, ഇത് മനുഷ്യന്മാർക്ക് തന്നെ നമുക്ക് രണ്ടാൾക്കും അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് ഉണ്ടാവേണ്ട തിരിച്ചറിവ് മാത്രമാണ്. ഇതൊരു വിദ്യാഭ്യാസ കുറവല്ല, ഇതൊരു ആളുകളുടെ പ്രശ്നമല്ല, ഒന്നുമല്ല. ഇതൊരു തിരിച്ചറിവിൻ്റെ പ്രശ്നമാണ്. അങ്ങനെയല്ല, അങ്ങനെ കാണേണ്ടവരല്ല. എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. ഓരോ പൗരനും നമ്മൾ അങ്ങനെ ഒരു ഇന്ത്യ പോലുള്ള ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമുക്ക് നമ്മുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ടെന്നും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും വസ്ത്ര സ്വാതന്ത്ര്യമുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഒരുപാട് സ്റ്റീരിയോടൈപ്പുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ അവർ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല, ഇവർ പറഞ്ഞാൽ ഇത് വിശ്വസിക്കാം എന്നൊക്കെ പറയുന്ന ഓരോ സ്റ്റീരിയോടൈപ്സ് ആണ്. അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുക തന്നെ വേണം. അല്ലാതെ നമുക്കിവിടെ നമ്മൾ രണ്ടാളിരുന്ന് ഈ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് കൊണ്ട് നാളെ ഒന്നും മാറി പറയാൻ പോകുന്നില്ല, പക്ഷേ സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല, സംഭവിക്കും. മീനാക്ഷിയുടെ പോസ്റ്റ് വളരെയധികം ചർച്ചയ്ക്ക് വഴിതെളിച്ചു. ഞാൻ പറഞ്ഞതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് എൻ്റെ പാഠപുസ്തകത്തിൽ ഞാൻ പഠിക്കേണ്ടി വന്ന ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞത് കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ഇടപെടുന്നതും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. കാരണം ഞാനൊരു വിദ്യാർത്ഥിയാണ്. അവിടെ ഏതോ ഒരു മീനാക്ഷി ഇട്ട പോസ്റ്റ് ഒന്നുമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, മറിച്ച് ഒരു വിദ്യാർത്ഥിയുടെ അവകാശങ്ങളാണ് നമ്മൾ അതിലൂടെ പറയുന്നത്. അതുകൊണ്ടാണ് അത് ചർച്ചയാവുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ രണ്ടാമത് ചർച്ച ചെയ്ത് ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ പറ്റിയാണ്. അതിനെപ്പറ്റി കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചിന്തയുടെ ആവശ്യവും കൂടിയുണ്ട്. അല്ല, ഞാൻ ഈ ഒരു കോണ്ടസ്റ്റിൽ മീനാക്ഷി ഇത്രയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ ഗ്രാഹ്യമായി ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ. കാരണം ഒരുപാട് പേരത് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീനേജ് പ്രായം കഴിഞ്ഞ് വന്ന ഒരു പെൺകുട്ടി നമ്മളുടെ ഒരു നമ്മൾ കാണുന്നതാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ സ്റ്റീരിയോ ടൈപ്പ് അല്ലല്ലോ. ആൾക്കാർ റീൽസ് ഇടുന്നതും ഫോട്ടോ ഇടുന്നതും താല്പര്യപ്പെടുമ്പോൾ വളരെ വ്യക്തമായി പഠിക്കുന്ന പാഠം ഉൾപ്പെടെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മളുടെ ഒരു വ്യക്തി എപ്പോഴും ഒരു സാമൂഹ്യ ബോധവും കൂടി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതാണ് നമുക്ക് സമൂഹത്തിനോട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് അതിനകത്ത്. അതിലിപ്പം എന്നെ അങ്ങനെ കണ്ടതിൽ എനിക്ക് സന്തോഷം മാത്രമാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന മറ്റേ ആൾക്കാരും അങ്ങനെ ഒരു കമ്പാരിസൺ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്നു റീൽസ് ഇടുന്ന ആൾക്കാരെന്ന് പറയുന്നു, ഫോട്ടോ ഇടുന്ന ആൾക്കാർ, അതത്ര എളുപ്പമല്ല. അത് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതും അതൊന്നും അത്ര എളുപ്പമല്ല. പിന്നെ പല ആൾക്കാർക്കും പല താല്പര്യങ്ങളാണ് എന്നുള്ളതാണ്. അവർക്ക് എഴുതാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല, എനിക്ക് അതുപോലത്തെ ക്രിയേഷനോട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പം രണ്ട് രീതിയിലാണ്. അത് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞത്
അവരെ കുറ്റപ്പെടുത്തിയെന്നല്ല, ചില റീൽസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ അസൂയപ്പെടും. ഒരു പക്ഷെ ഞാനൊക്കെ ഇപ്പം നടക്കുന്ന കുട്ടികൾ നടക്കുന്ന പോലെ നടക്കാൻ ശ്രമിക്കാറുണ്ട്, പരാജയപ്പെട്ട് തിരിച്ചു വരാറേ ഉള്ളൂ. ഞങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഇപ്പം അറിവ് നമ്മുടെ വിരൽത്തുമ്പിൽ കിടക്കുന്ന സമയമാണ്, നമുക്കതൊന്നും അത്രയും കിട്ടിയിട്ടില്ലല്ലോ, അതിന്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ അടുത്തിടെ മീനാക്ഷിയുടെ പോസ്റ്റുകളാണ് ആദ്യം മുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കൊള്ളാലോ, അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രൈവറ്റ് പടം കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേച്ചി, ഒരുപാട് സന്തോഷം. +2 പഠിച്ചപ്പോഴാണ് അത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനതിന് ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമുക്കിപ്പോ പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞ ഇത്തിരി പാടുള്ളൊരു കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നത്? പ്രൈവറ്റ് എനിക്ക് വളരെ പേഴ്സണലായിട്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. കാരണം അതിൻ്റെ എക്സ്പീരിയൻസുകളായാലും പ്രൈവറ്റ് വന്നതും പോയതും ഒന്നും ആരും അറിയാത്തൊരു സിനിമയാണ് തിയേറ്ററുകളിൽ. പക്ഷേ പ്രൈവറ്റ് കണ്ടിരുന്നു എന്ന് പറഞ്ഞ് എന്നോട് സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ വളരെ സ്പെഷ്യലായിട്ടാണ് കാണുന്നത്. ബാക്കി എല്ലാ സിനിമകളും എനിക്കറിയാം, അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിന് പ്രൊമോഷനുകൾ നടന്നിട്ടുണ്ട്. പ്രൈവറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും അത് അന്വേഷിച്ച് പോയി കണ്ട ആൾക്കാർ, ഇപ്പോൾ ചേച്ചി ഉൾപ്പെടെ അത് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു എന്ന് പറയുമ്പം എനിക്കൊരു സ്പെഷ്യൽ സന്തോഷമാണ്. ആണോ, എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ OTT വരുമ്പോഴായാലും ഇത്രയും ഒരു അപ്ലോസ് കിട്ടുന്നു പ്രൈവറ്റിന് എന്നുള്ളത് ഞാൻ പേഴ്സണലി വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് പ്രൈവറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റിൻ്റെ കഥയെ കഴിഞ്ഞും ഒക്കെ കൂടുതൽ ഇത് അതിൻ്റെ ഡയറക്ടർ ദീപക് എന്നാണ് ചേട്ടൻ്റെ പേര്. ദീപക് എൻ്റെ ഡെബ്യൂ ഫിലിമാണ്. അപ്പോൾ ഇത് ചേട്ടൻ ഇത് എങ്ങനെ എടുത്ത് വലിപ്പിക്കും, ഒരു കഥ നമുക്ക് മനസ്സിലായി, പക്ഷെ ഇത് എങ്ങനെ കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു സാധനം ഭയങ്കരമാണ്. പ്രൈവറ്റിൽ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു പോകുന്ന പൊളിറ്റിക്സിനെ കഴിഞ്ഞും കൂടുതൽ കുറേ ഇമോഷനുകളും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ചോദിക്കാൻ കാരണം മീനാക്ഷിയുടെ പോസ്റ്റുകൾ ശ്രദ്ധിച്ച കൂട്ടത്തിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു പടം എടുത്തു, പക്ഷെ അത് നല്ല രീതിയിൽ അതിനൊരു പരസ്യം കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല. കഴിവ് ബാക്കി എല്ലാ സൈഡും ഓക്കെ ആയിരുന്നു. അതായത് നമ്മുടെ കഥ ഗംഭീരം, അഭിനയിച്ചത് വളരെ കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും, ബെസ്റ്റ് ഡ്രൈവർ ഉൾപ്പെടെ കുറച്ച് ആളുകളെ ഉള്ളെങ്കിലും നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് അവർക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അത് ഒരു അഭിനേത്രി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പടം മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നാണോ, അതോ ഈ സിനിമ മാർക്കറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സിനിമ കാണേണ്ടതാണ് ആളുകൾ എന്നുള്ളതായിരുന്നു? അങ്ങനെ ഒന്നുമല്ലായിരുന്നു. ഒരു സിനിമ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാൻ ഉപയോഗിക്കുന്ന അതേ എഫേർട്ട് നമ്മളിത് ആൾക്കാരെ നിർബന്ധിക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അവരെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്ന് അറിയിക്കേണ്ടത് ഉറപ്പായിട്ടും ആ ക്രൂവിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് മനസ്സിലാക്കി ഇത് പോയി കാണേണ്ട ആവശ്യം ഇത് കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രേക്ഷകനില്ല, അല്ലേ? അത് നമ്മൾ അവരുടെ തലയിലേക്ക് നിർബന്ധപൂർവ്വം കെട്ടിവെക്കുന്ന ഒരു ബേർഡനാണ്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇതെടുത്തത്, അതുകൊണ്ട് നിങ്ങൾ ഇത് പോയി കണ്ടിരിക്കണം. അങ്ങനെയല്ല, നമ്മളിത് അവരെ അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട്. ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ഇത് പോയി കാണണം, അഭിപ്രായം അറിയിക്കണം എന്ന് പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് പ്രൈവറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർക്ക് ടീമിനത് അത്ര സക്സസ്ഫുള്ളി ചെയ്തു തീർക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ OTT വരുമ്പോൾ പോലും അത് ആരും അറിഞ്ഞിരുന്നില്ല OTT വരുന്നു എന്നുള്ള കാര്യം. ഇപ്പം അത് മനോരമ മാക്സിലാണ് ഉള്ളത്. പക്ഷേ എന്നിട്ടും അത് കണ്ടിട്ട് എനിക്ക് വരുന്ന റെസ്പോൺസ് വളരെ വലുതാണ്. അപ്പം ഞാനതിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഇത് ആരെങ്കിലും ഒക്കെ അറിഞ്ഞിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ ഇത് ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര നന്നായനെ എന്ന് ഞാൻ വിചാരിക്കും. മീനാക്ഷിനെ അമറിൽ കണ്ടപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒക്കെ സിനിമ അല്ലെങ്കിൽ ആ കുട്ടികളെ ദ്രോഹിക്കുക, അത് ഒരു വൺ വേർഡിൽ പോലും പറയുന്ന കേട്ടാൽ നമുക്ക് വളരെ വിഷമം വരുന്ന ആളുകൾ. അപ്പം അങ്ങനത്തെ ന്യൂസ് പോലും, ഞാനൊരു ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനത്തെ ഒരു ന്യൂസ് അല്ലെങ്കിൽ ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടോ അങ്ങനെയൊക്കെ കേൾക്കാൻ എനിക്ക് വായിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഹേർട്ട് ഫീൽ ചെയ്യും. അതിന് ആ സിനിമയിൽ അങ്ങനെ ഒരു ഇത് വന്നതോടുകൂടി ഞാൻ ആദ്യമായിട്ട് മോളെ ശ്രദ്ധിക്കുന്നത്. അതിന് മുന്നേ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ത്രൂ ഔട്ട് കഥാപാത്രങ്ങൾ ആവുമ്പോഴാണല്ലോ നമ്മളെ കുറച്ചുകൂടെയൊക്കെ രജിസ്റ്റർ ആകുന്നത്. ഇല്ലെങ്കിൽ അതിന് അത്രമാത്രം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ഇൻപുട്ട് കൊടുത്തിരിക്കണം. പിന്നീട് വരുന്ന ഒപ്പത്തിനകത്തും ഇതുപോലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കുറേ എന്താ പറയുക, നമ്മൾ ചാനലിലെ പരിപാടികൾ വന്നില്ലേ, അപ്പോൾ ബേസിക്കലി എനിക്ക് മോളെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെടാൻ അതെന്താണ്, ഒരു ഭയങ്കര കുസൃതി ആയിരിക്കാം, നിങ്ങളുടെ ഒരു കുസൃതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതെന്റെ പ്രായത്തിന്റെ ആയിരിക്കാം. പക്ഷെ എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ. അപ്പം എനിക്കിത് ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ
ഞാൻ കാണാറില്ല. അങ്ങനെ ഇരിക്കുകയാണ്, ഒരു പ്രതീക്ഷയില്ലാതെ, ഞാനത് പറയുന്നത് വേറൊന്നുമല്ല, ഒരു പ്രതീക്ഷയില്ലാതെ പ്രൈവറ്റ് കണ്ടപ്പോൾ എൻ്റെ ഈശോ ഈ കൊച്ചു ഇങ്ങനെ അഭിനയിക്കോ, നമ്മളെ മനസ്സിൽ മീനാക്ഷി ഇങ്ങനെ നന്നായിട്ട് ചെയ്യും. അപ്പം എനിക്ക് ഭയങ്കര എനിക്ക് റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്തു. ഞാൻ ഫീൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള മുഖങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ആൾക്കാരുടെ ഇഷ്ടമെല്ലാം പിടിച്ചു പറ്റിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. വളരെ ചെറുപ്പം തൊട്ടേ ഞാനും അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒത്തിരി ചെറുപ്പം തൊട്ടേ ഇപ്പം അമർ അക്ബർ ചെയ്യുമ്പോഴാണെങ്കിൽ എനിക്ക് 8 വയസ്സോ 9 വയസ്സോ അങ്ങനെയാണുള്ളത്. അപ്പോൾ ആ സമയം തൊട്ടേ ഞങ്ങളുടെ പാത്തുവാണ് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ലാലേട്ടൻ്റെ കുട്ടിയാണ്, അങ്ങനെ ലാലേട്ടൻ അത്രയും രാമച്ചൻ്റെ മോളാണ്, അങ്ങനെ കൊണ്ട് നടന്ന ഒരു കൂട്ടം ആൾക്കാർ എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ടോപ്പ് സിംഗറിൻ്റെ കേസ് വന്നാലും ഞാൻ വളരെ ചെറുപ്പം തൊട്ട് അവിടെ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇതിലെല്ലാം എല്ലാത്തിലും പറയുന്ന കാര്യമാണ്, എനിക്കങ്ങനെ ആങ്കറിങ് എന്ന ഫീൽഡ് എനിക്ക് അറിയുന്ന പരിപാടിയേ അല്ല. ഞാൻ ഒരുപാട് സംസാരിക്കും. എനിക്ക് വീട് പോലെ തോന്നുന്ന എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ടോപ്പ് സിംഗർ. അപ്പം ഫ്ലവേഴ്സിൽ അങ്ങനെ ഒരു സംഭവം വരുന്നു, ഞാൻ ആദ്യം അവിടെ ഗസ്റ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഇവരോട് മിണ്ടാനുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അന്നും ഒരു 7-8 വർഷത്തിന് മുന്നേയും അതിനുശേഷവും ഇന്നും അതേ സംസാരങ്ങൾ അതിൽ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനെ ത്രൂ ഔട്ട് സിനിമകൾ ഒരുപാട് ചെയ്തിരുന്ന ആളല്ല. ഇപ്പം ഒപ്പത്തിന് ശേഷം എല്ലാവരും അറിയുന്ന ഒരു സിനിമ എനിക്ക് വന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോഴും ഞാൻ ആൾക്കാരുടെ ഇഷ്ടം ടോപ്പ് സിംഗറിലൂടെ എനിക്ക് ഒത്തിരി കിട്ടിക്കൊണ്ടു. മീനുട്ടി ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ് എന്നോട് എല്ലാവരും പറയാൻ തുടങ്ങിയത് ടോപ്പ് സിംഗർ കൂടി. അപ്പോൾ എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. കാരണം ഞാൻ അതിനു വേണ്ടി എഫേർട്ടൊന്നും എടുക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പോലെ നിന്നിട്ടും എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. തീർച്ചയായും നമുക്കാണെങ്കിലും അതൊരു വലിയ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ് എന്നല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു. അതെ, അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അതിന് എതിരായിട്ട് തോന്നുന്നത് കൊണ്ടും എല്ലാവരുടെയും വീട്ടിൽ നിൽക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, അല്ലേ? അതെ, നമ്മൾ അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇഷ്ടമല്ലാത്ത ഒരാളെ അത് കാണാൻ അത് നീ ഇത് നിർബന്ധമായിട്ടും കാണണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഞാൻ അങ്ങനത്തെ ഒരു ഇഷ്ടക്കേടെന്നല്ല. എനിക്ക് തോന്നുന്നത് നമ്മളപ്പോ പറയല്ലേ, ഇതെന്തോ ഈ കിടന്ന് പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം പിന്നെ TV കാണിച്ചൊക്കെ കുറവാണ്. എങ്ങാനും കട്ടിങ്സ് നമുക്ക് ഫേസ്ബുക്കിൽ കൂടെ കയറി വരുമ്പോഴാണ്. അത് ചേച്ചിയുടെ പ്രശ്നമല്ല, ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ഓരോരുത്തരുടെ. അല്ല, അതിനുശേഷം എനിക്ക് മാറിയത് പ്രൈവറ്റിലെ ആ ഒരു ഇത്. അതായത് ഞാൻ വിചാരിച്ചില്ല മീനാക്ഷിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ മീനാക്ഷി അവിടെ എങ്ങനെ പ്ലേസ് ചെയ്തിട്ട് എങ്ങനെ അഭിനയിക്കും എന്നുള്ളതായിരുന്നു എന്നെ ഞെട്ടിച്ച ഒരു സംഗതി. അത് ഞാനിത് പുകഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ല, ഞാനിത് സത്യം പറഞ്ഞ സിനിമ കണ്ട അന്ന് ഡയറക്ടറുടെ നിങ്ങളുടെ നമ്പർ തപ്പി നോക്കിയത്. അന്ന് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത്രയും ടൈം എടുത്തു എനിക്കൊന്ന് സംസാരിക്കാൻ. കാരണം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടങ്ങളാണെങ്കിൽ ഞാൻ അത് ആളെ കണ്ടുപിടിച്ച് ഞാൻ അവരോട് ഇന്റർവ്യൂ ചോദിച്ച് ഞാൻ എടുക്കാറുണ്ട്. അതാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. അതിനുശേഷം നിരന്തരം ഇങ്ങോട്ട് വരുമ്പോൾ ആണെങ്കിൽ പോലും മീനാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റുകൾ, അല്ലെങ്കിൽ മീനാക്ഷി പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മീനാക്ഷിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എഴുതി ഇടുമ്പോൾ എപ്പോഴും എന്താ പറയുക, ചർച്ചകളാവുന്നു. അല്ലെങ്കിൽ ആ ചർച്ചകളിൽ എനിക്ക് തോന്നുന്നു പേരൻസിന് ഉൾപ്പെടെ ഇപ്പോൾ ഒരു ചെറിയ ഒരു ടെൻഷനും കൂടെയുണ്ട്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും വിവാദമാവുകയാണോ, മോൾ എന്ത് പറഞ്ഞാലും അതിൽ നമുക്കൊരു ടെൻഷനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ടെൻഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവർക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്നെ ആർക്കെങ്കിലുമൊക്കെ അറിയുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാവണം എന്ന് സമൂഹത്തിലുള്ള എല്ലാവരും നിർബന്ധം പിടിക്കുന്നു. അത് നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു റെസ്പോൺസിബിലിറ്റി എന്നിലേക്ക് വെക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യം ശരിയായതുകൊണ്ട്, അല്ലെങ്കിൽ അതിന് അത്രയും ഇൻഫ്ലുവൻസ് കിട്ടിയത് കൊണ്ട് ഈ കുട്ടിയുടെ വായിൽ നിന്നും അടുത്തൊരു ടോപ്പിക്ക് വീഴുമ്പോൾ അത് ശരിയാവണമെന്നും അതിന് 100% കൃത്യമായിട്ടൊരു കാര്യമായിരിക്കണം എന്നും സമൂഹം അത് നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്ടേഷൻ ഞാൻ തന്നെയാണ് വെച്ചത്. അപ്പം അത് നല്ലൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിലേക്ക് കിടന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളിലേക്ക് വരുന്നുണ്ട്. ആ ഇംഗ്ലീഷ് പാഠഭാഗത്തിൽ ഒരു പാഠം പഠിക്കാനുണ്ടായിരുന്നപ്പോഴാണ് ആ ഒരു എഴുതിയെന്നാണ് മീനാക്ഷി എഴുതിയേക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, മീനാക്ഷിക്ക് 20 വയസ്സാണ്. 20 വയസ്സുള്ള ഇപ്പോൾ ഉള്ള നമ്മൾ പറയും ജെൻസികൾ മൊത്തം ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ നീലാംബരി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്, അതെനിക്കറിയാം. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ കാണാറില്ല. കാരണം ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരും എന്നോട് പറയുന്നത്, എൻ്റെ പ്രായത്തിലടക്കമുള്ളവർ, നീ ഇപ്പോഴും ഫേസ്ബുക്കിലാണോ, പോയി ഇൻസ്റ്റയിൽ പോകാൻ പറയും. പക്ഷേ എനിക്കിഷ്ടം ഫേസ്ബുക്കാണ്. കാരണം നമുക്ക് എഴുതാൻ പറ്റും. അത് കുറേ കൂടെ നമ്മളാണെങ്കിലും പലരുടെ എഴുത്തുകൾ വായിക്കുന്നതും, ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ പലരുടെ പെർസ്പെക്റ്റീവ് വായിക്കുന്നതും, ഇതിൽ നിന്ന് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതും എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയാണ്. എന്തുകൊണ്ടാണ് ജെൻസിയിൽ പെടുന്ന എന്താ പറയുക മീനാക്ഷി ഇത് ഫേസ്ബുക്കിൽ തന്നെ
ഇത്തരം എഴുത്തുകൾ എഴുതുകയും മറ്റേ നീലാംബരി എന്നുള്ളൊരു അക്കൗണ്ട് വെച്ചിട്ട് വേറൊരു എഴുത്ത് എഴുതുകയും ചെയ്യുന്നത്? കാരണം ഈ പ്രായത്തിലുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ ഒപ്പം അഭിനയിക്കുന്ന കുട്ടികളുണ്ട്. ഈ പറയുന്ന അനശ്വര രാജനാണെങ്കിലും ശരി, നിങ്ങളുടെ ഒപ്പമുള്ള കുറേ അഭിനേതാക്കളുണ്ട്. അവരാരും കുറച്ചുകൂടെ എന്നെ കഴിഞ്ഞും മൂത്തതാണ് എങ്കിൽ കൂടി അവരാരും ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് അവരെല്ലാവരും പല താല്പര്യത്തിലുള്ള ആൾക്കാരാണ്, അല്ലാതെ അതിനൊരു സ്പെസിഫിക് റീസൺ ഒന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ ജെൻസി എന്നോ പഴയ ജനറേഷൻ എന്നോ മില്ലേനിയം എന്നോ ഒന്നും ആൾക്കാരെ വേർതിരിച്ച് കാണുന്ന ഒരാളല്ല. ഓരോ പേഴ്സണാലിറ്റീസും ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്, അവരുടെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ്. ചിലപ്പം എഴുതാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് FB ഇഷ്ടമല്ല, അല്ലെങ്കിൽ FB ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഞാനതിൽ 2 കണ്ടന്റ് ഇടുന്നതും സിമ്പിളായിട്ടുള്ള കാരണമാണ്. രണ്ടിലും 2 തരത്തിലുള്ള ഓഡിയൻസ് ആണ്. FBയിൽ കുറച്ചും കൂടെ ഒരുപാട് സമയം അതിനു വേണ്ടി, ആ ടോപ്പിക്കിന് വേണ്ടി ചിലവഴിക്കാൻ സമയമുള്ള, അതിനെപ്പറ്റി സംസാരിക്കാൻ, കൂടുതൽ തുടർന്ന് സംസാരിക്കാൻ താല്പര്യമുള്ള, ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് വഴിയും അല്ലാതെയും ഒക്കെ അതിനെപ്പറ്റിയുള്ള ബാക്കി ചർച്ചകൾ അവിടെ അതുകൊണ്ട് ഇടാനായിട്ട് അവരതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരാണ് FBയിലുള്ളത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടെ വളരെ ട്രെൻഡി ആയിട്ടുള്ള കോണ്ടന്റ്സും അതോടൊപ്പം ഇപ്പം എന്താ പറയുന്നത്, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്കൊരു യൂട്യൂബ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ കുറച്ചുകൂടെ എൻ്റെ ഫാമിലി അറിയാൻ ആഗ്രഹിക്കുന്ന, എനിക്കൊരു കുഞ്ഞനിയനുണ്ട്, അവനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണുള്ളത്. പല ആൾക്കാരും പലതരത്തിലുള്ള ആൾക്കാരാണ്. അപ്പം എല്ലാവർക്കും നമ്മൾ ഒരേ ഫുഡ് സെർവ് ചെയ്തിട്ട് കാര്യമില്ല. ആൾക്കാരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമ്മളിങ്ങനെ ഒരു ഫീൽഡിൽ ഞാൻ പ്രത്യേകിച്ച് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. സംസാരങ്ങളും പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പം എല്ലാ ആൾക്കാർക്കും ഒരേ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ആരാണോ താല്പര്യപ്പെടുന്നത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഞാൻ ഡ്രസ്സിങ് പല ഇന്റർവ്യൂവിലും പല പോസ്റ്റുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ചുരിദാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണ് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത്. ഇപ്പം നമ്മുടെ മറ്റേ സിനിമയിലേക്ക് വന്നാൽ പോലും അവിടെ ഭയങ്കര ആ ഒരു കോസ്റ്റ്യൂം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 4-5 കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള 4-5 ഇല്ല, അത്രയേ ഉള്ളൂ കോസ്റ്റ്യൂം. അപ്പം അതിൽ കോസ്റ്റ്യൂമിൽ പോലും സിംപ്ലിസിറ്റി എന്നുള്ളത് മാത്രമല്ല, ഈ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യാൻ ഭയങ്കര പാടാന്ന് പറയും. അതായത് നമ്മൾ ഒരുങ്ങാൻ ഭയങ്കര എളുപ്പം, പക്ഷെ അത് സിമ്പിളായിട്ട് ഒരുങ്ങാനാണ് ഏറ്റവും പാടെന്ന് പറയും. അതാണോ അമ്മ ഇത് ചെയ്യുന്നത്, അതോ ഇതാണോ ഇഷ്ടം? ഡ്രസ് കോഡ് എങ്ങനെയാണ്? ഇതാണ് ഇഷ്ടം. ഞാൻ അതിനുവേണ്ടി അങ്ങനെ സിമ്പിൾ ആവാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവാൻ വേണ്ടി പ്രത്യേകിച്ച് എഫേർട്ടൊന്നും എടുക്കാത്ത ആളാണ്. ഞാൻ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരുന്നു കൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കിപ്പം ഞാൻ ഇഷ്ടമുള്ള കളേഴ്സും കോസ്റ്റ്യൂംസും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഡ്രസ്സുകളാണ് ഞാൻ ഇടുന്നത്. അത് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യാനാണ് എനിക്കിഷ്ടം. പല തരത്തിലുള്ള ഡ്രസ്സുകളും ഒക്കെ എനിക്ക് കാണാനും എനിക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഡ്രസ്സുകളാണ് ഞാൻ പല കൂടുതലും കണ്ടിട്ടില്ല. ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് ഇന്നത്തെ പിള്ളേർ ഭയങ്കര ഫാഷനായിട്ടൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മീനാക്ഷി ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു ഫോട്ടോസ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് അത്തരം ഡ്രസ്സുകൾ ഇടാത്തതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരം ഡ്രസ്സുകൾ ഇടണം എന്നുള്ളത് നമ്മുടെ ഇവിടെ ഒരു നിർബന്ധിതമായിട്ടൊരു സംഭവം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അല്ലേ. ഞാൻ ഏത് തരത്തിലുള്ള ഡ്രസ്സിന്, ഇപ്പം ഞാൻ ചുരിദാർ മാത്രം ഇട്ട് നടക്കണോ, എന്തുകൊണ്ട് അങ്ങനെ ഇട്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അതെന്റെ കംഫർട്ടാണ്. ഐഡന്റിറ്റി ഒന്നുമല്ല, അതെന്റെ കംഫർട്ടബിൾ ആണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും വലിയ കോംപ്ലക്സ് ആയിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്തിടണമെന്നോ എന്തിടണ്ടെന്നോ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോലും വരാറില്ല. ഞാൻ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം, എനിക്ക് അങ്ങനത്തെ ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ആരെ പറ്റിയും അങ്ങനെ അവരതിട്ടത് ശരിയായില്ല അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളെയല്ല. എനിക്ക് ഉടുപ്പുകളൊക്കെ വലിയ ഇഷ്ടമാണ്. പക്ഷെ എനിക്കങ്ങനെ എല്ലാ ദിവസവും മാറി മാറി ഉടുപ്പിടണം അങ്ങനെയൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇന്നിട്ട ഉടുപ്പ് തന്നെ വേറൊരു ഷോയിലും ഇട്ടേക്കാം. അങ്ങനെ എനിക്ക് അതുകൊണ്ട് ആ മേഖലയോട് മാത്രം ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളല്ല ഞാൻ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ, ഈ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലെ കുട്ടികളിൽ കാണുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൻപുറം ഭാഷകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്വത എന്നുള്ളൊരു ഇതാണ് പറയുന്നൊരു വേർഡാണ്. നമ്മളെന്താ മീനാക്ഷിയുടെ പ്രായത്തിൽ എനിക്കിത് പറഞ്ഞാൽ നമ്മളെ ആരും അംഗീകരിക്കത്തില്ല. പക്ഷെ ഈ പ്രായത്തിൽ നമ്മളത് പറയുമ്പോൾ നമ്മൾ സ്വന്തമായി അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ നിലനിൽക്കുന്നുണ്ട്, നമുക്ക് സൊസൈറ്റിയിൽ ഒരു ഇതുണ്ട്, വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മളോട് പറയും നീ എന്താ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ മീനാക്ഷിയുടെ പല ഇന്റർവ്യൂ കണ്ടപ്പോഴും നമ്മുടെ കംഫർട്ടാണ് ഫസ്റ്റ്. മറ്റ് ചുറ്റും നിൽക്കുന്നവർ എന്ത് ചെയ്യുന്നോ ഏത് ചെയ്യുന്നോ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മീനാക്ഷിയുടെ പല ഇന്റർവ്യൂലും പറയാം. അതായത് ഞാൻ ആരുടെയും കാര്യം അന്വേഷിക്കും. ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ, ഡ്രസ്സ് അവരെന്താ ഇട്ടേക്കുന്നതെന്ന് പോലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ചോദിക്കുന്നത് ഡ്രസ്സിന് ഇഷ്ടക്കേടും ഡ്രസ്സ് മാത്രമല്ല, എല്ലാ കാര്യത്തിനും ഞാൻ കൺസേൺഡ് ആണ് കേട്ടോ. ഞാൻ ആരെന്ത് ചെയ്താലും ചിന്തിക്കുന്നില്ല, അങ്ങനെയല്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര കൺസേൺഡാണ്. അവര് എന്തെങ്കിലും കാര്യത്തിന് വിഷമിച്ചാലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയാലോ ഒക്കെ എൻ്റെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ കൺസേൺഡ് ആണ്. അതർവൈസ് അല്ലാത്ത കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ വേറെ ആരുടെയും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ
അതുപോലെ ഒരു ഡ്രസ്സിന്റെ കാര്യത്തിനൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ കളറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. എനിക്ക് ചിലപ്പോൾ ചില കളേഴ്സ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനെപ്പറ്റി ഞാൻ ഇന്നത് നിർബന്ധിതമായിട്ടും ഇന്നത് ധരിക്കണം എന്ന് ഞാൻ വിചാരിക്കാറില്ല. അല്ല, പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങളിൽ കൺസേൺ ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ പ്രൈവറ്റിനകത്ത് അങ്ങനെ കുറച്ച് സീനുണ്ടല്ലോ. അപ്പം ഞാൻ പോവുക ടാറ്റ പറഞ്ഞ് പോയിട്ട് ആ ഇന്റർവെല്ലിൽ വരുന്നൊരു സീനുണ്ടല്ലോ, സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഇന്റർവെല്ല്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ കൊച്ചെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ എന്താ ഇങ്ങനെ വരുമെന്നറിയാം, എങ്കിൽ കൂടി നമുക്ക് ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് അത് കാണാൻ ഒരു ഫീലിംഗ് തന്നിട്ടുണ്ട് കേട്ടോ. അത് മേ ബി ലൈഫിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാവാം. അതുകൊണ്ടല്ല, പ്രൈവറ്റും എൻ്റെ ലൈഫുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ എനിക്ക് അടുത്ത് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതെൻ്റെ കുഞ്ഞിലേ തൊട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ്. അപ്പം അവരായിട്ട് ഞാൻ ഭയങ്കര കൺസേൺഡാണ്. എന്നെ കഴിഞ്ഞും കൂടുതൽ ഞാൻ അവരുടെ കാര്യത്തിൽ കൺസേൺഡാണ്. അപ്പം അവർ വിഷമിക്കുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അവരെന്തെങ്കിലും കാര്യത്തിൽ സ്ട്രെസ് ചെയ്യുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. അവരുടെ പ്രശ്നം ഒരാവശ്യവും ഇല്ലാതെ എൻ്റെയും കൂടെ പ്രശ്നമായിട്ട് മാറും. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുള്ള ആളാണ് ഞാൻ. അതൊന്നും ഒരു നല്ല സ്വഭാവമല്ല. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് ഒരു പോസ്റ്റ് ഇട്ടു മതനിരപേക്ഷതയെക്കുറിച്ച്. അപ്പോഴാണെന്ന് തോന്നുന്നു BJPയുടെ ഒരു വ്യക്തി എടുത്തിട്ട് പറഞ്ഞു കാക്ക കൊണ്ടുപോകും എന്നുള്ളൊരു ഡയലോഗും ഇട്ടിരുന്നു. അത് മീനാക്ഷിക്ക് ഹോണ്ട് ചെയ്തോ അതോ അതിങ്ങനെ എല്ലാവരും എഴുതുന്ന പോലെ ഒരാളുടെ കമന്റ് ആയിട്ടാണോ വായിച്ചത്? അയ്യോ, എനിക്ക് ഹോണ്ട് ചെയ്തൊന്നുമില്ല. അത് ഏത് കാക്കയെ പറ്റിയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളത്, നമുക്കത് പലതരത്തിൽ കാണാം. ആൾക്ക് എന്നോടുള്ള കരുതലായിരിക്കാം, ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് തോന്നലായിരിക്കാം. അങ്ങനെയുള്ള കരുതലാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കരുതലാവട്ടെ എന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ തന്നെ ഇങ്ങനെ ആയിക്കോട്ടെ. അപ്പം എന്തായാലും അത് എന്നെ ഹോണ്ട് ചെയ്യാനുള്ള വിഷയമൊന്നും അവിടെ ഉണ്ടായി.